കടലിനടിയിൽ ജീവിതം കെട്ടിപ്പടുത്തിയാൽ എങ്ങനെയിരിക്കും? ഉറങ്ങാനും ജോലി ചെയ്യാനും വിശ്രമിക്കാനും പറ്റിയ ഇടം. സമുദ്ര സാങ്കേതിക വിദ്യ പര്യവേക്ഷണ കമ്പനിയായ ഡീപ്പാണ് ഇത് സാധ്യമാക്കുന്നത്. കടലിനടിയിൽ ഒരു വീട്, ചുവരുകളും മേൽക്കൂരകളും സുതാര്യമായ ആ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾ എത്തുന്നു. പുറമെ വെള്ളവും മത്സ്യങ്ങളും കടൽ ചെടികളും ജലജീവികളുമൊക്കെയായി ഓരോ നിമിഷവും മാറുന്ന വർണ്ണ കാഴ്ചകൾ കാണാം. വീടിനുള്ളിലെ സോഫയിലും ബെഡിലും വിശ്രമിക്കുകയും കസേരയിലിരുന്ന് ചാരിയിരുന്ന് ബുക്ക് വായിക്കുകയും ജോലികൾ ചെയ്യുകയും ചെയ്യാം. മറക്കണ്ട, നിങ്ങൾ ജീവിക്കുന്നത് സമുദ്രത്തിന് അടിയിലാണ്. ഇങ്ങനെയൊരു ജീവിതം സാധ്യമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷ വാർത്തയാണ് ഡീപ്പ് കമ്പനി നൽകുന്നത്. 2027 ആകുമ്പോഴേക്കും കടലിനടിയിലെ ജീവിതം സാധ്യമാകുമെന്നാണ് ഇവർ പറയുന്നത്. 1000 കോടി രൂപയുടെ അണ്ടർ വാട്ടർ ബേസ് ആണ് ഇതിനായി തയ്യാറെടുക്കുന്നത്. വെള്ളത്തിനടിയിൽ മികച്ച ആവാസ വ്യവസ്ഥ, കിടപ്പുമുറികൾ, കുളിമുറികൾ, ജോലിസ്ഥലങ്ങൾ, സാമൂഹിക ഇടങ്ങൾ എന്നിവയുൾപ്പെടെ വെള്ളത്തിൽ സുഖമായി ജീവിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇവർ വാഗ്ദാനം ചെയ്യുന്നു. സെന്റിനൽ എന്നത് ഡീപ്പ് സൃഷ്ടിച്ച അണ്ടർ വാട്ടർ വസതിയുടെ പേരാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ആളുകൾക്ക് ദീർഘനേരം താമസിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ചെറിയ അണ്ടർ വാട്ടർ നഗരം പോലെയാണ് ഈ ഘടന. ഓരോ സെന്റിനൽ യൂണിറ്റിലും സുഖപ്രദമായ കിടപ്പുമുറികൾ, ജോലിസ്ഥലങ്ങൾ, സാമൂഹിക മേഖലകൾ, ഗവേഷണ മുറികൾ എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. ശാസ്ത്രജ്ഞർക്കും സാധാരണക്കാർക്കും പോലും സമുദ്രത്തിൽ ജീവിക്കാനും സമയം ചെലവഴിക്കാനും അനുവദിക്കുന്ന വീടായിരിക്കും ഇത്. അടുക്കളയാണ് മറ്റൊരു പ്രത്യേകത. കൗണ്ടർ ടോപ്പ്, സിങ്ക്, റെഫ്രിജറേറ്റർ, ഒരു സോസ്, വൈറ്റ് മെഷീൻ എന്നിവയുൾപ്പെടെ ഭക്ഷണം തയ്യാറാക്കാൻ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഈ സ്ഥലത്ത് ഉണ്ടായിരിക്കും. മനുഷ്യരാശിയെ സമുദ്രത്തിലേക്ക് കൊണ്ടുവരാനും ഗ്രഹത്തിന് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധം വളർത്താനുമാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് ഡീപ്പിന്റെ പ്രസിഡന്റ് ഷോൺ വോൾപെർട്ട് പദ്ധതിയുടെ ഉദ്ദേശത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ ഗതാഗത സംവിധാനമായ ദുബായ് ലൂപ്പ് പദ്ധതി ഇലോൺ മസ്കിന്റെ ബോറിംഗ് കമ്പനിയുമായി കൈകോർക്കുന്നു. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പദ്ധതിയുടെ വിശദാംശങ്ങൾ ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമാണ് വെളിപ്പെടുത്തിയത്. ഗതാഗതത്തിൽ വിപ്ലവം സൃഷ്ടിക്കാനാണ് പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു. ലോക ഗവൺമെന്റ് ഉച്ചകോടിയുടെ ഭാഗമായി ദുബായിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദി ബോറിംഗ് കമ്പനിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. 17 കിലോമീറ്റർ, മണിക്കൂറിൽ 20,000 യാത്രക്കാർ, 11 സ്റ്റേഷനുകൾ, 17 കിലോമീറ്റർ നീളമാണ് പദ്ധതിക്ക്. മണിക്കൂറിൽ 20,000 യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന തുരങ്കത്തിനായി 11 സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. അത്യാധുനിക മൊബിലിറ്റി സൊല്യൂഷനുകൾ വികസിപ്പിക്കാനുള്ള ദുബായിയുടെ പ്രതിബദ്ധതയാണ് പദ്ധതി പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഷെയ്ഖ് ഹംദാൻ പറയുന്നു. ദുബായ് ലൂപ്പിന്റെ സംയുക്ത പദ്ധതി എമിറേറ്റിന്റെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്നും ആളുകൾക്ക് ഒരു കേന്ദ്രം മുതൽ മറ്റൊരു കേന്ദ്രം വരെ തടസ്സമില്ലാതെ പോകാമെന്നും ആളുകളുടെ ജീവിതം മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഭൂഗർഭ ലൂപ്പ് ഒരു വെയിം ഹോൾ പോലുള്ള പദ്ധതിയായിരിക്കുമെന്ന് മസ്ക് പറഞ്ഞു. മികച്ച ഗതാഗത സംവിധാനമാണിത്. നിങ്ങൾ നഗരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് വെയിം ഹോൾ ചെയ്യുന്നു എന്നിരിക്കട്ടെ. നിങ്ങളതാ നഗരത്തിന്റെ മറ്റൊരു കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ബോറിംഗ് സിറ്റികൾ AI ആൻഡ് ഡോഗ് എന്ന പ്രമേയത്തിലുള്ള സെഷനിൽ WDSനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മസ്ക് അഭിപ്രായപ്പെട്ടത്. 2016 ഇലോൺ മസ്ക് സ്ഥാപിച്ച ഇൻഫ്രാസ്ട്രക്ചർ ടണൽ നിർമ്മാണ സേവന കമ്പനിയാണ് ബോറിംഗ് കമ്പനി. ഭൂഗർഭ ഗതാഗത സംവിധാനങ്ങൾ വികസിപ്പിച്ച് നഗരഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനാണിത്. വാഹനങ്ങൾ, ചരക്ക് ഗതാഗതം, അതിവേഗ ഗതാഗതം എന്നിവയ്ക്കായി ഉപയോഗിക്കാവുന്ന ചെലവ് കുറഞ്ഞതും വേഗത്തിൽ കുഴിക്കാവുന്നതുമായ ടണലുകളിൽ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ലാസ് വെഗാസ് മോഡലായിരിക്കും കമ്പനി ദുബായിൽ പിന്തുടരുക. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. ये मेट्रो पुल भी बंद हो गया।
स्ट्रॉन्ग होते ऑटो ड्राइवर स्ट्रॉन्ग होते वही पर ये मेरा संघर्ष है हम लोग इस इंसान के अंदर हम बड़े गुना आगे जाता है मिल गया अटेंडेंस ऑफ फ्लाईओवर ब्रिज है उधर के पास। अच्छा वो तो बोलो कब जाएगा? हाँ कल नाइट चलेगा।